അത് നല്ല എന്ത് ചോദിച്ചാലും അതിന് റിപ്ലൈ എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായില്ലേ? അച്ഛന്മാരെ പ്രതിജ്ഞയൊക്കെ എടുക്കും. ഇനി മുതൽ ഞങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല. റോട്ടിൽ പോയിരുന്ന് മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കോമഡിയായിട്ട് കാണും. എനിക്കും ഒരു രസമാണല്ലോ. ഞാൻ പറഞ്ഞ സ്റ്റോൺസിൻ്റെ ഒക്കെ പരിപാടിയാണ്. എന്ത് സ്റ്റോൺ? ഞാൻ പറഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ വില കൂടിയ രത്നങ്ങൾ, അതിൻ്റെയൊക്കെ. ഞാൻ രത്ന വ്യാപാരി, ഞാൻ പാറക്കല്ല് പോലും കണ്ടിട്ടില്ല. യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ട് വിൻ ചെയ്തിട്ട് വന്നാൽ നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താന്ന്. അതൊരു പ്രിൻസിപ്പളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരതൻ സാർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ മഹാരാജസ്ഥാൻ. ഇപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു ഇത്തിരി സ്പേസിന് വേണ്ടി കുതിച്ച എനിക്ക് അതാണ് കുറച്ച് അരി ആഗ്രഹിച്ചിട്ടൊരു പാടശേഖരം കിട്ടിയെന്നാണ് എൻ്റെ ലൈഫ് വെച്ചിട്ട് നോക്കുമ്പോൾ. മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യുമ്പോഴല്ല. എങ്ങനെയോ ആരോ വരച്ചിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റായി ഈ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നല്ലോ എന്നുള്ളത്. ഈ കലാമല്ല കിട്ടാത്തപ്പോൾ ഞാൻ നിരാശനായിപ്പോയി. പക്ഷെ അവിടെ കിട്ടാണ്ടിരുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വെൽക്കം ടു ടോക്കിംഗ് പോയിന്റ്. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ സുപരിചിതമായിട്ടുള്ള ഒരു ഫേസാണ്. അതായത് നമ്മുടെ എല്ലാം ചിരിയിലും എല്ലാ ഷോസിലും സിനിമകളിലും എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടിൻചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ലൈഫൊക്കെ എങ്ങനെയാണ് പോണത്? അങ്ങ് പോകുന്നു. നമ്മൾ വഞ്ചിയിൽ കയറി ഒരു തുഴയാൻ തുടങ്ങിയതാണല്ലോ. തീരത്തണയുന്നവരെ നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് വിഷമങ്ങൾ വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് താങ്ക്സ് പറഞ്ഞ്, ദൈവത്തിന് താങ്ക്സ് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്കൊരാൾക്കൊരു കല ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഇപ്പോൾ സിനിമയിൽ എത്തണമെങ്കിലോ എല്ലാം എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് വന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ ഒരു ലൈഫ് അറിയണം. സ്കൂളിൽ അങ്ങനെ കലാപ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് പുറത്ത് ചാടിയപ്പോഴാണ് ഒരു ചങ്ങല പൊട്ടിച്ചിറങ്ങിയത്. അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പം ആൽബർട്സിലാണ് പഠിച്ചത്. ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. നമ്മൾ പിള്ളേരായിട്ടൊക്കെ സഹകരിക്കുന്ന ഒരു സോഷ്യൽ ആനിമലായി മാറി. അവിടെ നിന്ന് നമ്മൾ വന്നത് കലയിലേക്കാണ്. മഹാരാജാസ് കോളേജ് പോലുള്ളൊരു കലാലയത്തിൽ ചെന്നപ്പോൾ ചിലവില്ലാതെ കലാകാരനാകാൻ പറ്റുന്നൊരു പരിപാടിയാണ് മിമിക്രി എന്ന് പറയുന്നത്. ബാക്കി കീബോർഡ് പഠിക്കണമെങ്കിൽ ഗിറ്റാർ പഠിക്കണമെങ്കിൽ കാശ് ചിലവുണ്ട്. അങ്ങനെ തൊണ്ടത്തൊഴിലാളി എന്ന് പറയാൻ പറ്റും. TTU തൊണ്ടത്തൊഴിലാളി യൂണിയനിലേക്ക് കിടന്നു. അതെൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞത് അതാണ് എന്നെ ടേൺ ചെയ്യിച്ചത്, എന്നെ ട്രാൻസ്ഫോം ചെയ്തത്. കാരണം ഞാൻ ഈ രാഷ്ട്രീയം ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ലാസ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് അറ്റൻഡൻസ് കുറവായിരുന്നു. മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ മാർക്സ് ഉണ്ട്. പക്ഷേ എക്സാം എഴുതണമെങ്കിൽ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് പോകണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ട്യൂഷന് പോകണമെന്ന് അതൊന്നുമില്ല. യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ട് വിൻ ചെയ്തിട്ട് വന്നാൽ നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താന്ന്. അതൊരു പ്രിൻസിപ്പളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരതൻ സാർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ മഹാരാജസ്ഥാൻ. സലീം കുമാറൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷന് പോയി എനിക്ക് മിമിക്രി മോണാക്ടിനൊക്കെ സമ്മാനം കിട്ടി, പരീക്ഷ എഴുതി. പക്ഷെ അന്ന് സമ്മാനം കിട്ടിയപ്പോൾ എന്നെ നോട്ട് ചെയ്ത പല ട്രൂപ്പുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം ആയപ്പോഴേക്കും എന്നെ പല ട്രൂപ്പുകളിലേക്ക് വിളിച്ചു. അതൊരു വഴിത്തിരിവായിരുന്നു. ആരോ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നവരല്ലായിരുന്നു. കാരണം അക്കാഡമിക്കായിട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ഫാദറിന് ആഗ്രഹം. അപ്പോൾ BA പൊളിറ്റിക്സിൽ നല്ല മാർക്ക് ഉണ്ടായിട്ട് എന്നെ ലോ കോളേജിൽ ചേർത്തു. പാരലായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അക്കാഡമിക്സും അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളും. അങ്ങനെ 3 ഇയർ ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഫുൾ ഫ്ലഡ്ജായിട്ട്, അത് എക്സാം എഴുതിയില്ല 2-3 പക്ഷേ ഫുൾ ഫ്ലഡ്ജായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാന മാർഗം ആയി മാറി എന്നുള്ളതാണ്. പതുക്കെ ഓരോ സ്റ്റെപ്പും, അതായത് ആദ്യം സ്റ്റേജിൽ നിന്നുള്ളതിന് ശേഷം TV ഷോസ്, TV നിന്ന് പിന്നെ സിനിമയിലേക്ക്. ഞാൻ പെട്ടെന്നൊരു രത്നച്ചുരുക്കം എന്ന് പറയും, അതുപോലെ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അതിന് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വന്നു. കുറേ സ്റ്റെപ്പുകൾ, കുറേ സ്ട്രഗിളിങ്, ഇഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളായിരുന്നു അതൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു ഇത്തിരി സ്പേസിന് വേണ്ടി കുതിച്ച എനിക്ക് അതാണ് കുറച്ച് അരി ആഗ്രഹിച്ചിട്ടൊരു പാടശേഖരം കിട്ടിയെന്നാണ് എൻ്റെ ലൈഫ് വെച്ചിട്ട് നോക്കുമ്പോൾ. മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യുമ്പോഴല്ല. അമിതാഭ് ബച്ചനും രജനീകാന്തും മമ്മൂക്കയായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. എൻ്റെ ലൈഫ് 0-ൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത പോലെയാണ് തോന്നുന്നത്. ഇനി എനിക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. നല്ല നല്ല വേഷങ്ങൾ യെറ്റ് ടു കം വരാനിരിക്കുന്നതാണ്.
ആ പ്രതീക്ഷയോടുള്ളതാണല്ലോ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പ്രതീക്ഷകളുണ്ടായിരിക്കണം. പക്ഷേ പ്രതിമ പോലെ ഇരിക്കാതെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചു. അങ്ങനെ മൾട്ടി ഫേസറ്റായിട്ട് വരണമെന്നുള്ളതാണ് ആഗ്രഹം. ഏത് ടി വി ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേജ് ആണെങ്കിലോ എന്തിലും നമ്മൾ വെള്ളം പോലെ ഇരിക്കണം. ബ്രൂസ്ലി പറഞ്ഞ അങ്ങനെയാണ്, വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് എന്തിനോട് കൂടെ ചേരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വെള്ളം പോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ പണ്ട് തൊട്ടേ രാഷ്ട്രീയത്തിൽ ആദ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ആ ഒരു ഇതാണോ ഇപ്പോഴും പല കാര്യങ്ങളും കണ്ട നിച്ചേട്ടനാണ് അതായത് ഇപ്പം സിനിമാ മേഖലയിൽ നമ്മൾ കാണുന്നതിനകത്ത് കൂടുതലും പ്രതികരിച്ച് കാണുന്നതൊക്കെ ടിനിച്ചേട്ടനാണ്. അപ്പൊ ആ ഒരു പഴയ രാഷ്ട്രീയം തന്നെയാണ്. അതെന്താന്ന് പറയുക, ഞാനൊരു സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ എന്താവണം? എന്താ സാധാരണ പറയണ? റോഷൻ എന്ത് പറയും? ആ ഒരു ഡിഗ്രിക്കൊക്കെ ഇപ്പൊ എല്ലാവരും എടുക്കുന്ന ആ ഒരു പ്രൊഫഷൻ പറയും. അതെ, സ്കൂളിലാണെങ്കിൽ ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം. ഒരു MLA MP ആവണമെന്ന് പറയാറില്ല. ഒരു കൊച്ചിനോട് ചോദിച്ചാൽ എന്താണ് MLA ആവണ്ടേ MP ആവണ്ടേ? അപ്പോൾ ആ കുട്ടി പറഞ്ഞത് MLA MP ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കേസ് നേരിടേണ്ടി വരും. പിള്ളേരുടെ വിചാരം എന്താ പറയട്ടെ, 5 കൊല്ലം ഭരിക്കുക, പിന്നെ 5 വർഷം പോലീസ് കേസായിട്ട് നടക്കുക, തട്ടിപ്പ് നടത്തുക. അതല്ല രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സിസ്റ്റത്തിനെ തന്നെ ഉയർത്തുന്നത് രാഷ്ട്രീയക്കാരാണ്. അവരാണ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നല്ല MP MLA ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രൊജക്റ്റുകൾ ഇവിടെ വരികയുള്ളൂ. ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നാൽ നമ്മൾക്ക് നല്ല ഈ കശുവണ്ടി, നല്ല ഏലക്ക, നല്ല കുരുമുളക്, നല്ല പിള്ളേരൊക്കെ കയറി പോവാണ് ഇവിടുന്ന് കാനഡയിലേക്കും ലണ്ടനിലേക്കും. നല്ലതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവസാനം ഇവിടെ എന്താ പറ്റണത്? കുറേ ഡ്രഗ്സ് അടിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാത്ത കുറേ പിള്ളേർ മാത്രം ഇവിടെ അവശേഷിക്കും. പക്ഷേ ഇവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അവരിവിടുന്ന് പോകില്ല. റീമൈഗ്രേഷൻ ഇനി സംഭവിക്കും. കാരണം ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എറണാകുളത്ത് ലുലുവിൻ്റെ ഒരു ട്വിൻ ടവർ വരുന്നുണ്ട്. അതിൽ ഒരുപാട് IT പാർക്കാണത്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് തന്നെ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ ഇവിടെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടത് നല്ല MLA MP ആണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങണം, എനിക്ക് MP ആവണം, MLA ആവണം. രാഷ്ട്രീയം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മലീമസമായിട്ടിരിക്കുന്ന പല അവസ്ഥകളുണ്ട്. നല്ല നേതാക്കന്മാരുണ്ട്, ഇതുണ്ട്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം വന്നിട്ട് ഭരിക്കുന്നവരെ എതിർക്കുക എന്നുള്ളത്, അത് ഒന്നും നോക്കാതെ 100% എതിർക്കുക. അവരെ നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഈക്വലി ഒരുമിച്ച് നിന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉയരും എന്നുള്ളതാണ്. നമ്മൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഞാൻ മലയാളികളുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. അവിടത്തേക്ക് ഡെവലപ്മെൻറ്റിൻ്റെ കാരണം അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അവിടെ ഡെവലപ്പ്. ഇലക്ഷന് ശേഷം അവർക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. നമ്മൾ വീണ്ടും വർഗീയതയും ഇതൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഒരു 100 കൊല്ലം പിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ തിരസ്കരിച്ചിട്ട് പുതിയ ജനറേഷൻസ് നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഫിലോസഫിക്കലായി പോയല്ലേ സംസാരിച്ച്? ഇല്ലില്ല, പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ട കാര്യം. എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ആരും സംസാരിക്കാത്ത കാര്യങ്ങളാണല്ലോ. നമ്മളെ ജീവിതം പഠനം എന്നുള്ളതാണ്. ഈ ആക്ടിങ്ങിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിലേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത് വേൾഡ് മൊത്തം പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ന സബ്ജക്റ്റ് എന്നുള്ളതല്ല, എല്ലാത്തിനെ കുറിച്ചും നമ്മളെ അവെയർ ആയിരിക്കുക. ഏത് കാര്യങ്ങൾ സംസാരിച്ചാലും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു യോഗ്യത ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർ ഉള്ള ഏറ്റവും വലിയ പ്ലസ് എന്നുള്ളത്. അപ്പം അതിൽ പെടാൻ എനിക്കിഷ്ടമാണ്. ഏത് സബ്ജക്റ്റ് സംസാരിച്ചാലും അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാം എന്നുള്ളത്. അത് ഞാൻ ആഗ്രഹം കൊണ്ടാണ്, അല്ലാണ്ട് ഇതറിഞ്ഞിരിക്കണം. ഈ ചിലരുണ്ട് പുസ്തകം വായിച്ചിട്ടുണ്ടാവില്ല, സിനോപ്സിസ് മാത്രം വായിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നിട്ട് ആ പുസ്തകത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കും. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ള കൃത്യം അറിയണം. ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി മാത്രം പോളിഷ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലുള്ള കാതലില്ലെങ്കിൽ കാര്യമില്ല. ഇതേപോലെ മമ്മൂട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇതേപോലെ ആള് ഓരോ കാര്യത്തെ കുറിച്ച് എപ്പോഴും ഇൻഡെപ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മമ്മൂക്കടൊപ്പം നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്ന പോലെ ഒരു ദിവസം ഫുള്ള് എന്തിനെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഇപ്പോൾ റൂമിൽ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഓൾ സെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതറിയോ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. ഈ സഭയെക്കുറിച്ചും ഞാൻ വളർന്ന സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിഷാരടിനെ കൊണ്ടു കിടക്കുന്നത്. പിഷാരടിയുടെ ഒരു ഗുണം ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും അതിന് റിപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പം നമുക്കൊക്കെ എന്ത് പറഞ്ഞാലും റേഡിയോ പറയണ പോലെ പറയണ്ട, പോഡ്കാസ്റ്റ് പോലെ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇഷ്ടം. അല്ലാതെ ഒരു വിഷയത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പം ഈ പോഡ്കാസ്റ്റ്
ഇന്റർവ്യൂസ് ഒക്കെ നിൽക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഈ വരുന്നതിനൊക്കെ മുമ്പേ TV ഷോസിൽ ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഷിൻചോൻ ചേട്ടൻ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു അന്ന്? ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത്ര എളുപ്പം ഉണ്ടായിരുന്നു അതോ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിളിൽ അല്ലെങ്കിൽ വിക്കിപീഡിയ എടുത്ത് നോക്കിയ ഒരാളെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടും, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കില്ല, പെർഫെക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ആ ഒരാളെ കുറിച്ചുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കുറിച്ചുള്ള ഇത് കിട്ടണമെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് ഞാൻ 1 മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഡീപ്പായിട്ട് ചെല്ലുക എന്നുള്ളതാണ്. നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ ഇത്രയും മുടി വളർത്തിയത് എന്തുകൊണ്ടാണ് അറിയോ? അറിയില്ല. അത് അന്വേഷിക്കുക. അദ്ദേഹത്തിന്റെ അല്ലാതെയുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇതൊന്നും വിക്കിപീഡിയയിൽ ഉണ്ടാവില്ല. അപ്പൊ അത് അന്വേഷിച്ച് പോവുക എന്നുള്ളതാണ് ഒരാളെ. നമുക്ക് എല്ലാവരുടെയും കുറിച്ച് ഇപ്പൊ പഠിക്കാൻ പറ്റില്ല, എല്ലാം നമുക്ക് പറ്റില്ല. എന്നാലും നമ്മൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ അല്ല ആളെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അതിൽ റിസർച്ച് നടത്തിയിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. വെറുതെ ജസ്റ്റ് തമാശ പറഞ്ഞിട്ട് കളിച്ചു പോകുന്നതല്ല പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഇൻഫോർമേഷൻ ഉണ്ടാവും, ഇൻഫോർടൈൻമെന്റ് ആണ്. അപ്പോൾ ഇൻഫോർമേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, മുന്നിലിരിക്കുന്ന ആളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ഒന്നും അറിയാത്ത പോലെ എന്താണ് നിങ്ങൾക്ക് ജോലി, എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്നും പറഞ്ഞിട്ട് വരില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് വെച്ചു. അത് ശരിക്കും ആലോചിക്കും, എന്താണ് ജോലി? അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കും ഒരു രസമാണല്ലോ. ഞാൻ പറഞ്ഞ് സ്റ്റോൺസിൻ്റെ ഒക്കെ പരിപാടിയാണ്. എന്ത് സ്റ്റോൺ? ഞാൻ പറഞ്ഞ് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ വില കൂടിയ രത്നങ്ങൾ അതിൻ്റെയൊക്കെ. അപ്പം പുള്ളിക്ക് ആണല്ലോ. പിന്നെ ഈ പറഞ്ഞത് എനിക്ക് തലവേദനയായി. പുള്ളി പിന്നെ നമ്പറൊക്കെ മേടിച്ച് എൻ്റെ പിറ്റേ ദിവസം പറഞ്ഞ് 3 കോടിയുടെ ഒരു സ്റ്റോൺ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇത് കിട്ടുന്നതാണ്, ഫുള്ള് സെക്യൂരിറ്റി ഇതൊക്കെ ഉള്ളതാണ്. ഞാൻ രത്ന വ്യാപാരി, ഞാൻ പാറക്കല്ല് പോലും കണ്ടിട്ടില്ല. അയാൾ പിന്നെ ഇടക്കിടക്ക് ഞാൻ എന്നിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ അത് തമാശക്ക് പറഞ്ഞാണ്. അല്ല നിങ്ങൾ അതെന്തെങ്കിലും നിങ്ങൾ സൈഡായിട്ട് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം നിങ്ങൾ പറഞ്ഞത്. ഞാൻ പിന്നെ ബ്ലോക്ക് ചെയ്ത്. ഇപ്പൊ ഈ ചേട്ടൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഈ മഹാരാജാസ് കോളേജ് ഒത്തിരി കലാകാരന്മാരെ വളർത്തിയെടുത്തിട്ടുള്ള. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂല് ബിപിൻ ജോർജ് ചേട്ടൻ വന്നപ്പോഴാണെങ്കിൽ വളർത്തിയെടുത്തല്ല, സ്വയം വളരുന്നതാണത്. അല്ല, മഹാരാജാസിൽ നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിൽ തന്നെ കൂടുതലും കലാകാരന്മാര്. അപ്പോൾ ലാസ്റ്റ് ബിപിൻ ജോർജ് വന്നപ്പോഴാണെങ്കിലും പറഞ്ഞത് ഒത്തിരി അവിടെ നിന്നാണ് ബിപിൻ ജോർജ് ചേട്ടനൊരു ചേഞ്ച് വന്നതെന്നാണ്. അങ്ങനെ ചേട്ടൻ ആ ഒരു മഹാരാജാസ് കോളേജ് എന്തോ ഒരു ഇൻഫ്ലുവൻസ്? അല്ല, മഹാരാജ് തന്നെ മോൾഡ് ചെയ്തെടുത്തു. എങ്ങനെ, അതായത് 10 പൈസ ഇല്ലാതെയുള്ള പഠന രീതികളായിരുന്നു. അന്ന് ST ഒക്കെ അടിച്ചു പോവുകയും 25 പൈസയാണ് ബസ്സിന് തിരിച്ച്, അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. എങ്ങനെ കാശുണ്ടാക്കണം? അപ്പോൾ ഒരു ബക്കറ്റായിട്ട് ഫ്രണ്ടിൽ പാക്കുണ്ട്, അവിടെ ചെന്നിട്ട് ഇങ്ങനെ തെണ്ടുക, അതിലൂടെ കാശുണ്ടാക്കാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നമ്മുടെ ചിലവിന് വേണ്ടിയിട്ടല്ല, കുറേ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ഫണ്ട് ആവശ്യമാണ്. പക്ഷെ അവിടെ ചെന്ന് അവരായിട്ട് ഒരാളെ ഫേസ് ചെയ്യാനും, ഇത് ശരിക്കും പിച്ച് തണ്ടുന്ന പോലെയാണല്ലോ. അവിടെ നിന്നാണ് നമ്മൾ കാശുണ്ടാക്കുന്നതിൻ്റെ ബേസിക് എക്കണോമിക്സ് പഠിച്ചത്. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ ഓരോ പടിപടിയായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആൾക്കാരെ കൺവിൻസ് ചെയ്യേണ്ടത്, അത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയത്. അപ്പോൾ മഹാരാജാസിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് എവിടെ ചെന്നാലും 4 കാലിൽ വീഴാൻ പറ്റും. പിന്നെ എന്നോടൊപ്പം പഠിച്ചവരെല്ലാം സിനിമയിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുണ്ട്. എവിടെ നോക്കിയാലും, ഏത് സ്ഥലത്ത് നോക്കിയാലും എന്നോടൊപ്പം പഠിച്ച ആൾക്കാർ, ഇപ്പോൾ പോലീസിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അന്നുണ്ടായിരുന്ന ബന്ധങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽബർട്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാണ്ടിരുന്നത് ഞാൻ സമരം ചെയ്യുമെന്നും പറഞ്ഞ് പ്രിൻസിപ്പൾ തരാതിരുന്നാണ്. എന്നിട്ട് മെറിറ്റിൽ തന്നെയാണ് എനിക്ക് മഹാരാജാസിൽ കിട്ടിയത്. ഗവൺമെൻറ് കോളേജാണ്. അവിടെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റാണ്. ചോർന്നൊലിക്കുന്ന ക്യാൻറ്റീനും ഇതൊക്കെയായിരുന്നു. അതൊക്കെ സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്തു. നല്ല ക്യാൻറ്റീൻ, നല്ല ഓഡിറ്റോറിയം. അപ്പോൾ എങ്ങനെയാണ് ശൂന്യതയിൽ നിന്നൊരു സാധനം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് പഠിച്ചത് അവിടെ നിന്നാണ്. മഹാരാജാസിൽ അന്നേ അപ്പം രാഷ്ട്രീയത്തിലുണ്ട്, അവിടെ അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ അത് അന്ന് ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ള ഗുണം എനിക്ക് ഇന്ന് കറപ്ഷൻ ചെയ്യണതല്ല, നമുക്ക് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ എല്ലായിടത്തും എനിക്ക് ബന്ധങ്ങളുണ്ട്. അപ്പം അത് വളരെയധികം എൻ്റെ എങ്ങനെയോ ആരോ വരച്ചിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റെ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കറക്റ്റായി ഈ റൂട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നല്ലോ എന്നുള്ളത്. അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇപ്പം ഇതുപോലെ വേറൊരാൾ കോപ്പി അടിച്ചിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരുടെ വഴികളാണത്. ഇനിയിപ്പോ ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, ഒട്ടും താല്പര്യമില്ല.
കാരണം ഒന്ന്, എനിക്ക് ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആണ്. രാഷ്ട്രീയത്തിൽ മനമെടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഗ്രൂപ്പും മറ്റത് ഇത് കകുതിയാൽ വെട്ട് മറിച്ചത് ഇതൊക്കെ വന്നിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ എതിർ പാർട്ടിയിലുള്ളവൻ എതിർ പാർട്ടി എന്നറിയാം. ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നവനായിരിക്കും എതിർ പാർട്ടി. എതിർ പാർട്ടി എന്ന് പറഞ്ഞാൽ എതിരായിട്ടുള്ളവൻ. അപ്പം നമ്മൾ നന്നാവണമെന്ന് ഞാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ഇവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇവിടെ സർവൈവ് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട്. ഇവിടെ ഞാൻ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആണ്. ഇവിടെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മതി. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്, രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഒന്ന്, നമ്മൾ വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കാം. പിന്നെ ഈ എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പവർ ആവശ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് ട്രസ്റ്റുകളിലൂടെയും അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബന്ധങ്ങളുള്ള ആൾക്കാരോട് ഉള്ളതുകൊണ്ട് എനിക്കിനി ബന്ധം ഉണ്ടാക്കണ്ട. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഏത് പാർട്ടിയിലാണെങ്കിലും എനിക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവർ സക്സസ്ഫുൾ ആയാൽ മതി, ഞാനും സക്സസ്ഫുൾ ആവും. അതെ, ഇപ്പൊ സിനിമാ മേഖലയിൽ കണ്ടുവരുന്നൊരു ഇതാണല്ലോ. അതായത് ഇപ്പം മുകേഷ് ഏട്ടനാണെങ്കിലും ജഗദീഷ് ഏട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും എല്ലാവരും രാഷ്ട്രീയത്തിൽ. അല്ല, സുരേഷ് ഏട്ടന് സേവനം ചെയ്യണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവുള്ളൂ. ഒരു സിനിമ ഇടണമെങ്കിൽ 3 കോടി ചിലപ്പോൾ കിട്ടും. അത് കളഞ്ഞിട്ട് ആണ് അത് സേവനം എന്നുള്ളൊരു സാധനമാണ്. കാരണം അവരൊക്കെ സാച്ചുറേറ്റഡ് ആയി, സ്റ്റാർഡം ആസ്വദിച്ചു, കാശ് ആസ്വദിച്ചു. പിന്നെ പോകുന്നത് എന്താ, സന്യാസം എന്നുള്ളൊരു സംഭവത്തിലേക്കാണ്. സന്യാസിയാകുമ്പോൾ പല ടൈപ്പ് സന്യാസം ഉണ്ട്. കാട്ടിൽ പോയിരുന്നിട്ട് സന്യാസിക്കാം, അല്ലാതെ നാട്ടിൽ സന്യാസ ജീവിതം നയിക്കാൻ പറ്റും. അതിന് ദ്രവ്യം ആവശ്യമാണ്, എന്ത് കാശ്. അതിനാണ് നാട്ടിലുള്ള സ്വാമിമാരെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ സ്വാമിയുടെ പോലെ ജീവിക്കുന്ന അച്ഛന്മാർ, പള്ളിയിലെ അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സേവനം ചെയ്യുന്ന ദ്രവ്യം എന്ന് പറയുന്ന കാശ് ആവശ്യമാണ്. അപ്പോൾ സുരേഷ് ചേട്ടനൊക്കെ ഒരു സന്യാസ തുല്യമായിട്ടുള്ളൊരു ലൈഫാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാലത്ത് 5 മണിക്ക് എഴുന്നേക്കണം, രാത്രി 12 മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ. സിനിമയിലാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല, കൃത്യം 8 മണിക്ക് കിടന്ന് ഉറങ്ങാം. എപ്പോൾ വേണമെന്ന് വെച്ചാൽ എഴുന്നേറ്റുള്ള ആ പുള്ളിയുടെ സമയത്തിന് ഷൂട്ടിംഗ് റെഡി ആയിരിക്കും. അതെല്ലാം കളഞ്ഞിട്ടൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലേക്കാണ് വന്നിരിക്കുന്നത്. 12 അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറഞ്ഞാലേ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതും അവരുടെ സെക്യൂരിറ്റിയിലാണ് പോകേണ്ടത്. അദ്ദേഹത്തിൻ്റെ മേത്തൊരു പോറലിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി പോകും. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 2 ലക്ഷം 1 ലക്ഷം ഒക്കെ ചോദിക്കാം. അത് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ സിനിമ നടനെങ്കിൽ ചോദിക്കാറുണ്ട്, സേവനമായി മാറി. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ത്യജിക്കുന്ന ഒരു കാര്യമാണിത്. ഇവിടെ പോയിട്ട് കക്കാനും പിടിക്കാനും അല്ലല്ലോ സുരേഷ് ഏട്ടൻ വന്നിരിക്കുന്നത്. കയ്യിലുള്ളത് തന്നെ സ്വന്തം കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം ആൾക്കാരെ എതിർക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ അൾട്ടിമേറ്റ് എൻഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം, ജനങ്ങളെ സഹായിക്കുക, സേവിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അടുത്തൊരു സുഹൃത്ത് തന്നെയാണ്, ബ്രദറിനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ട്രൂപ്പിലൂടെയാണോ വന്നത്? ഫസ്റ്റ് ഞാൻ കലാഭവന്റെ പിന്നിലായിരുന്നു എൻ്റെ അമ്മ വീട്. പക്ഷെ അവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടിയിട്ടില്ല. അവിടെ എന്നെ ഇന്റർവ്യൂ ചെയ്തത് മണിച്ചേട്ടനാണ്, കലാഭവൻ മണി. അദ്ദേഹം പറഞ്ഞു നല്ല ആർട്ടിസ്റ്റാണ്, ഓക്കെ ഒരാളും കൂടി ഇന്റർവ്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ KS പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. പക്ഷേ അവിടെ അന്ന് ഇത് കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവരെല്ലാം ചേർന്നിട്ട് വേറൊരു ട്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്, കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞു. ഈ കലാഭവനിൽ കിട്ടാത്തപ്പോൾ ഞാൻ നിരാശനായിപ്പോയി. പക്ഷെ അവിടെ കിട്ടാണ്ടിരുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇവർ തുടങ്ങിയപ്പോൾ, അതായത് സൈനുദ്ദീൻ, കലാഭവൻ മണി, KS പ്രസാദ് എല്ലാം ചേർന്നിട്ട് ഒരു ട്രൂപ്പ് തുടങ്ങി. അതിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. അതിലൂടെ വിദേശ യാത്രകൾ പോകാൻ പറ്റി. അപ്പോൾ എല്ലാ ഫെയിലറിലും നമുക്ക് വേറൊരു ഉയർച്ച ഉണ്ടാവും എന്നുള്ളത് അതെൻ്റെ ജീവിതം തന്നെ ഞാൻ നോക്കി പഠിക്കുന്നതാണ്, ആരും പറഞ്ഞു തരുന്നതല്ല. ഒരു ഫെയിലർ വരുമ്പോൾ നമ്മൾ അയ്യോ ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കരുത്. വീണ്ടും ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ ഫെയിലർ നന്നായിരുന്നു. തോറ്റിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ. അമിതാഭ് ബച്ചൻ പോലും 2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഓഡീഷന് വന്നിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞു വിട്ടത് വോയിസ് കൊള്ളൂല എന്ന്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അത്രയും നല്ല വോയിസ് ഉള്ള ഒരാളില്ല. അപ്പോൾ ഈ ഫെയിലേഴ്സിൽ നമ്മുടെ ആൾക്കാർ, ഇപ്പോഴത്തെ പിള്ളേർ പാമ്പർ ചെയ്തൊക്കെ വന്നിട്ട് ഭയങ്കര കൊഞ്ചിച്ചൊക്കെ വളർത്തിയിട്ട് ഭയങ്കര അങ്ങോട്ട് ഡിപ്രസ്ഡ് ആവും. പക്ഷെ നമ്മൾ വീണ്ടും യുദ്ധം ചെയ്യുക. ഇവിടെ അല്ല, വേറെ ഏതെങ്കിലും വാതിൽ തുറക്കും. ചിലപ്പോൾ ആത്മഹത്യ, അതാണ് അപ്പൊ തന്നെ അതിലേക്ക് പോവാണ്. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തെങ്കിലും. ഒന്നില്ലെങ്കിൽ ഈ ഡ്രഗ്സിൽ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാം അധികമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമായി മാറും. ഭക്തിയും അധികമായിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ, നമ്മുടെ കുടുംബത്തിനെയാണ്. ഭക്തി ആവശ്യമാണ്. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഏകാന്തതയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്.
എവിടെ ചെന്ന് ഇപ്പോൾ റോട്ടിൽ പോയി മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കോമാളിയായിട്ട് കാണുള്ളൂ. അതിന് ഒരു സ്ഥലമുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമുണ്ട്, കുളിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഉറങ്ങാൻ ഒരു സ്ഥലമുണ്ട്, അതുപോലെ ഒരു സ്ഥലങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള. അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വാ ഞങ്ങളുടെ സഭയിൽ അതൊന്നും പാടില്ല. ഇപ്പം കൂടുതൽ നടക്കുന്നതാണ് മതപരമായിട്ടുള്ള ഒരു അത് പുതിയ തലമുറ വന്നിട്ട് നല്ല വിവരമുണ്ട് ഇതുണ്ട്. പക്ഷെ വേറൊരു സൈഡിൽ നടക്കുന്ന അത് വേറെ കൂട്ടം ആൾക്കാർ നടത്തുന്ന ഒരു പ്രൊപ്പഗണ്ടയാണ്. അതൊരു അവരുടെ ഒരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ പുതിയ തലമുറയിലോട്ട് വരുമ്പോൾ ആൾക്കാർ കൂടുതലും അതിനെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഇപ്പം ആരാധനാലയങ്ങളും. അല്ല ഇപ്പൊ ഇതെടുത്ത് നോക്കാൻ പറ്റണല്ലോ. ഇതെടുത്ത് നോക്കി അപ്പൊ തന്നെ മാനിഫെസ്റ്റേഷനും വരും, അപ്പൊ തന്നെ യൂണിവേഴ്സിന് നന്ദി പറയുക. ഞാൻ ഒരിക്കലും ഞാനൊരു എയ്ത്തിസ്റ്റ് അല്ല, ഞാനൊരു വിശ്വാസിയാണ്. ദൈവമുണ്ട്. ഇപ്പൊ ചില പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമയിലുള്ളൊരു ഞാൻ എയ്ത്തിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിലയെന്ന വിചാരം. പക്ഷെ ഒരു ശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എങ്ങനെ എന്നെ പോലെയുള്ള, എൻ്റെ പോലത്തെ മുടിയുള്ള, എൻ്റെ പോലത്തെ നഖമുള്ള, എൻ്റെ പോലത്തെ സ്കിന്നുള്ള ഒരു കുഞ്ഞുണ്ടാവുന്നു, അതൊരു ശക്തിയില്ലാതെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ദൈവം എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ തള്ളി പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. അപ്പം അതിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ്, വിശ്വാസിയാണ്. അതുണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ ഒരു ദിവസം തുടങ്ങുന്നതും തീർക്കുന്നതും പ്രാർത്ഥനയിലൂടെ തന്നെ. പ്രാർത്ഥനയ്ക്ക് സാധാരണ പോലെ ഒച്ചയുണ്ടാക്കി വെള്ളമുണ്ടാക്കിയിട്ട് അതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളത് കറക്റ്റ് ഒരു നിയമങ്ങളുണ്ട്, അത് പാലിച്ചിട്ട് പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ. അതിന് ഞാനിപ്പോഴും പൂർണ്ണനൊന്നുമല്ല. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് പറയാം 10 കൽപ്പനകൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പാലിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുള്ളൂ. നീ ദൈവത്തിൻ്റെ നീതിയും ലോകം അന്വേഷിക്കാനാണ് പറയുന്നത്. നമ്മൾ വേറെ ഇതിലേക്ക് ഡൈവേർട്ടായി, സ്പിരിച്വലായിട്ട് ഡൈവേർട്ടായി. അല്ല അത് എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. അതല്ല, എന്ത് ചോദിച്ചാലും അതിന് റിപ്ലൈ തരാനായിട്ട്. ഇപ്പോ ചേട്ടൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒരു രാഷ്ട്രീയം എപ്പോഴും ഉണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയില് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയായിട്ട് എന്താണ്? അല്ല, അതിനെതിരെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ ഇത് നിർത്താൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ കാണിച്ചെന്നല്ലേ, ഋഷിരാജ് സിംഗ് എല്ലാ ദിവസവും മെസ്സേജ് വിടാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കാണിത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കണക്കല്ല, ഇവിടുത്തുള്ള. ഇൻ ജാനുവരി 2025 എലോൺ ഉണ്ട് 1984 കേസസ്, 330% സ്പൈക്ക് ഇൻ ഡ്രഗ് അറസ്റ്റ്. അത് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയോ, വാട്ട്സ് ബീങ് സീസ്ഡ്. കറക്റ്റ് കണക്കാണിത്. 125 കിലോഗ്രാം MDMA, 59 കിലോ കാനബീസ് എന്ന് പറഞ്ഞാൽ അറിയില്ല, കഞ്ചാവ്, 80 ലിറ്റേഴ്സ് കൊഡൈൻ സിറപ്പ്, LSD സ്റ്റാമ്പ്സ്, ഹെറോയിൻ പൗച്ചസ്, സിന്തറ്റിക് പിൽസ്. അപ്പോൾ സ്വിഗ്ഗി എന്താണ് നോട്ട് റിഗ്രി സ്വിഗ്ഗി സ്റ്റൈൽ ഡ്രോപ്സ്, ടെലിഗ്രാം കോഡ്സ്, ഡാർക്ക് നൈറ്റ് പിങ്സ്. ഫുഡ് ഓർഡർ പോലെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡെലിവറി ചെയ്യും. ക്ലാസ് റൂംസ്, ടോയ്ലറ്റ്സ്, ലഞ്ച് ബ്രേക്സ്, ഫിലിം സെറ്റ്സ്, ഈവൻ സെലിബ്രിറ്റീസ് ആർ ബീയിങ് നെയിംഡ്. അപ്പോൾ ഇത് ഫുള്ളുണ്ട്. അവനവൻ വിചാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല, നല്ല പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കയറിപ്പോയിട്ട് ലാസ്റ്റ് ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഇവിടെ വേണ്ടത്. അപ്പം അതിനെതിരെയുള്ളൊരു ഫൈറ്റ്, ഒരു സ്ട്രൈക്ക് ആവശ്യമുണ്ട്, ഒരു സമരം ആവശ്യമുണ്ട്. അതിന് യുവതലമുറ തന്നെയാണ് അതിൻ്റെ കൂടെ നിൽക്കേണ്ടത്. കാരണം ഒരാളുടെ സുഖമല്ല, എൻ്റെ ചുറ്റുപാടുള്ളവർക്കുള്ള കൂടി സുഖം കിട്ടണം എന്നായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. കാരണം ഞാനിത് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് സങ്കടമായിരിക്കുള്ളൂ, എൻ്റെ കൂട്ടുകാർക്ക് സങ്കടമായിരിക്കുള്ളൂ, എൻ്റെ നല്ല കൂട്ടുകാർക്ക്, മറ്റുള്ളവർക്ക് ശല്യമായിരിക്കുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് മാറിയിട്ട് ഞാൻ മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളത്, ആ ഒരു ഇതിലേക്ക് വരണം. ഞാൻ ഇതിലൊക്കെ കൂടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ല, ആൽബർട്ട്സും മഹാരാജാസ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എല്ലാം ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള ആധികാരികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം കല്യാണത്തിന് മുമ്പ് ക്രിസ്ത്യൻസിന് ഒരു 3 ദിവസത്തെ കോഴ്സ് ഉണ്ട്, മാരേജ്. അത് കല്യാണം കഴിച്ച ആൾക്കാരാണ് ക്ലാസ് എടുക്കേണ്ടത്. എനിക്ക് ക്ലാസ് എടുത്ത അച്ഛന്മാരും കന്യാസ്ത്രീകളാണ്. അവർക്കറിയില്ലോ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്ന്. അവർ കാണാപ്പാടം പഠിച്ചാൽ അവർക്ക് പ്രാക്ടിക്കൽ ഇല്ലല്ലോ, തിയറി അല്ല പഠിപ്പിക്കുന്നത്. എനിക്ക് പ്രാക്ടിക്കലും ഉണ്ട്, തിയറിയും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ അനിയനായ റോഷനോട് ഇത് പറയുന്നത്. ഇപ്പൊ കണ്ടുവരുന്നൊരു ഇത് ഇപ്പൊ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറയാം. ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റല്ല. ലഹരി എന്ന് പറഞ്ഞ വേർഡ് ദുരുപയോഗം ചെയ്യാണ്. എനിക്ക് പാട്ടാണ് ലഹരി, അല്ലെങ്കിൽ ഡാൻസാണ് ലഹരി. ലഹരി തെറ്റല്ല, ഇത് വിഷം എന്ന് പറയണം.
സമൂഹത്തിൽ ഉപയോഗിക്കുന്ന വിഷങ്ങൾ. ഇപ്പം അത് മീനിലിടുന്നുണ്ട് വിഷം, ഫ്രൂട്ട്സിൽ വിഷം വരുന്നുണ്ട്. ഇതുപോലെ ഡ്രഗ്സ് എന്ന് പറയുന്നത് വിഷമാണ്. അത് ലഹരിയല്ല. നമ്മുടെ ലഹരി എന്തായിരിക്കണം? കലയാണോ, അല്ലെങ്കിൽ സിനിമ അഭിനയമാണോ, നമ്മുടെ വർക്കായിരിക്കും ലഹരി. അപ്പം ലഹരി എന്ന് പറഞ്ഞ വാക്ക് ദുരുപയോഗം ചെയ്തിരിക്കുക. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നേ, നമ്മളിപ്പോ ലഹരി വിമുക്ത ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഈ മനുഷ്യച്ചങ്ങല അങ്ങനത്തെ ഒക്കെ കുറെ സിനാരിയോസ് ഇപ്പൊ കാണുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യം പ്രതിജ്ഞയെടുക്കും. ഇനി മുതൽ ഞങ്ങൾ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല. അപ്പൊ തന്നെ ഞാനൊക്കെ കണ്ടുവരുന്ന സാധനം ഈ മനുഷ്യച്ചങ്ങല പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൈമാറുന്നുണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിനെതിരെ കറക്റ്റായിട്ട് എന്തൊക്കെ രീതികൾ എടുക്കണമെന്നുള്ളതാണ്. അതാ പറയണ, അവനവൻ വിചാരിക്കുക. അവയർനെസ്. ഡി അഡിക്ഷൻ സെന്ററിൽ എത്ര പിള്ളേരാന്നറിയാം? 3000 ചില്ലം പിള്ളേര് ഡി അഡിക്ഷൻ സെന്ററിലുണ്ട്. ഒരു ഡി അഡിക്ഷൻ വിസിറ്റ് നടത്തുക. ടൂറും പിക്നിക്കൊക്കെ പോണവരും പിള്ളേരെ കൊണ്ടുപോയിട്ട് 15, 18, 16 വയസ്സുള്ള പിള്ളേർ അവിടെ. കാരണം തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. മദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിഹാബ് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. മറ്റൊരു സെൽസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ വീണ്ടും അവരത് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അറിയാലോ, ഡെഡ് എൻഡ് ആണ്. അപ്പോൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അവിടെ അങ്ങനെ പെർമിഷൻ കൊടുക്കാറില്ല. ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആദ്യം ഒരു യാത്ര എടുത്തത്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയായി? അച്ഛനമ്മേനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കണ്ടെന്നുള്ളത്. അപ്പോൾ ആ അവസ്ഥകൾ നേരിട്ട് കാണിച്ചു കൊടുക്കും. നമുക്കൊരു അപകടം സംഭവിക്കുമെന്ന് അറിയുമ്പോഴാണല്ലോ. നമ്മളിപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ കത്തി ഇങ്ങനെ എടുത്ത് കളിക്കും. പക്ഷെ അത് പിന്നീട് മുറിവുണ്ടാക്കുമ്പോഴാണ് അറിയുന്നത്, ഇത് എടുത്ത ഡേഞ്ചറാന്ന്. അപ്പൊ നമ്മൾ ഫോഴ്സ് ചെയ്യണം എന്താണ്? അപ്പം അത് എടുക്കലാന്ന് പറയും. അപ്പൊ അത് നല്ലതിനാ. ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. അപ്പൊ ആ ശിക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യ അവയർനെസ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത് വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാം. ഈ അവയർനെസ് ഉള്ളവർ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താന്നുള്ള കാണിച്ചു കൊടുക്കുക. അതിനിപ്പോ കാണാൻ പോകുന്നുള്ളൂ ഇനി. കാരണം അത്രയൊക്കെ അങ്ങോട്ട് പോയി. ലാലേട്ടൻ മോഹൻലാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാന്ന് പറയുന്നത്. പുള്ളി സങ്കടത്തോടു കൂടി പറഞ്ഞത്. പക്ഷെ അത് അവനവൻ തന്നെ അവെയർ ആവുക. ഞാനിത് ഉപയോഗിച്ചിരുന്നു, അപ്പൊ എനിക്കൊരു അവയർനെസ് കിട്ടി, കൃത്യമായിട്ട് മനസ്സിലാക്കി, ഞാൻ ഇതിന് മാറുന്നു. ഇനിയിപ്പോ ഷൈൻ ടോമിന് ഉണ്ടാവാൻ പോകുന്ന ഒരു മാറ്റം നോക്കിക്കോ. ഒരു മികച്ച ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ആരൊക്കെ അവനെ തള്ളി പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഷൈനൊരു നല്ല മനസ്സുണ്ട് അകത്ത്. സംഘടനയിലുള്ള ഒരാൾക്ക് അപകടം വരുമ്പോഴാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അവനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരിക. ഞാൻ പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഒരു പെണ്ണ് എനിക്കെതിരെ കേസ് കൊടുത്താൽ, അപ്പം നിങ്ങൾ തന്നെ തെളിയിക്കണം അത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അപ്പം ഞാൻ ചെയ്തിട്ടില്ല സാറേ. അപ്പോൾ അവരിങ്ങനെ കള്ളക്കേസ് കൊടുത്താൽ അത് നിങ്ങൾ തെളിയിക്കണം. സത്യൻ മാസ്റ്റർ വരുന്നത് 45-ാം വയസ്സിൽ അഭിനയിക്കാൻ. അപ്പം മണിച്ചേട്ടൻ ഇനി എന്തോരം റോളുകൾ ചെയ്യേണ്ടായിരുന്നു.